ഹലോ ഫ്രണ്ട്സ്, ടെക്നോഫസ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. Focus on yourself, on your faith, on your dreams, on your mind, on your health, yeah. You gotta work, never tell, keep your head down, find what you love and excel, yeah. Push and pull and repel any hate, go create what you want, feel compelled, yeah. And once you finally get a taste of the race, you'll never. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വിവോ ഇറക്കിയിരിക്കുന്ന മെയ് 2-ാം തീയതി ലോഞ്ച് ചെയ്തിരിക്കുന്ന ഏറ്റവും പുതിയ ഫോണായ വിവോ V30e പറ്റിയാണ്. വിവോ V30e ഇറക്കിയിരിക്കുന്നത് വളരെ മികച്ച ടെസ്റ്റിങ്ങിലൂടെയാണ്. ക്വാളിറ്റി ഇൻഷുർ ചെയ്യാൻ വേണ്ടി ധാരാളം ടെസ്റ്റിങ്ങുകൾ ചെയ്ത് ഏറ്റവും മികച്ച രീതിയിലാണ് ഈ ഫോൺ പുറത്തു വന്നിരിക്കുന്നത്. ടെസ്റ്റുകളുടെ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ 1 മീറ്റർ ഹൈയിൽ നിന്ന് 100 പ്രാവശ്യം എറിഞ്ഞുകൊണ്ട് തമ്പിൾ ടെസ്റ്റ് നടത്തിയിട്ടുണ്ട്. 32,000 ഡ്രോപ്പ് ടെസ്റ്റ് നടത്തിയിട്ടുണ്ട്. 1000 സിറ്റിംഗ് പ്രഷർ ടെസ്റ്റ് നടത്തിയിട്ടുണ്ട്. 500 ട്വിസ്റ്റിംഗ് ടെസ്റ്റ് നടത്തിയിട്ടുണ്ട്. 1,50,000 പവർ ബട്ടൺ ലൈഫ് ടെസ്റ്റ് നടത്തിയിട്ടുണ്ട്. 10,000 പ്ലഗിംഗ് ആൻഡ് അൺപ്ലഗിംഗ് ടെസ്റ്റ് നടത്തിയിട്ടുണ്ട്. 72 മണിക്കൂർ ഹൈ ഹ്യൂമിഡിറ്റി ഹൈ എൻഡുറൻസ് ടെസ്റ്റ് നടത്തിയിട്ടുണ്ട്. -20 തുടങ്ങി 50 ഡിഗ്രി വരെയുള്ള ടെമ്പറേച്ചർ ടെസ്റ്റും ഈ ഫോണിൽ നടത്തിയിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ മികച്ച ക്വാളിറ്റി ഉറപ്പുവരുത്തിയാണ് വിവോ V30e ഇന്ത്യൻ വിപണിയിലേക്ക് എത്തിയിരിക്കുന്നത്. വിവോ അവകാശപ്പെട്ടതനുസരിച്ച് 70-ൽ പരം വിവിധ തരത്തിലുള്ള ടെസ്റ്റുകൾ പൂർത്തീകരിച്ചാണ് വിവോ V30e വിപണിയിൽ എത്തിയിരിക്കുന്നത്. ഈ ഫോണിൻ്റെ ബോഡിക്ക് കൊടുത്തിരിക്കുന്നത് കോംപ്രഹെൻസീവ് കുഷ്യൻ സ്ട്രക്ചറാണ്. അതുകൊണ്ട് തന്നെ താഴെ വീണാലും അകത്തുള്ളതും പുറത്തുള്ളതുമായ എല്ലാ ഭാഗവും കാര്യമായ കേടുപാടുകളില്ലാതെ സൂക്ഷിക്കത്തക്ക രീതിയിലുള്ള ഒരു സ്ട്രക്ചർ തന്നെയാണ് ഇതിൻ്റെ ബോഡിക്ക് കൊടുത്തിരിക്കുന്നത്. കൂടാതെ IP64 ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻ്റ് സർട്ടിഫിക്കറ്റോടു കൂടിയാണ് ഈ ഫോൺ ഇറങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചെറിയ വാട്ടറിനെയോ ഡസ്റ്റിനെയോ നമുക്ക് പേടിക്കാതെ നമുക്ക് ഈ ഫോൺ ഏത് സാഹചര്യത്തിലും ഉപയോഗിക്കാൻ കഴിയും. ഇനി ഈ ഫോണിൻ്റെ ചിപ്പ് ലെവലിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കോൾകം സ്നാപ്ഡ്രാഗൺ 4nm 5G മൊബൈൽ പ്ലാറ്റ്ഫോമിലാണ് ഈ ഫോണ് ഇറക്കിയിരിക്കുന്നത്. 6th Gen 1 സ്നാപ്ഡ്രാഗൺ 6th Gen 1 ആണ് ഈ ഫോണിൽ കൊടുത്തിരിക്കുന്ന ചിപ്പ് സെറ്റ്. അതോടൊപ്പം തന്നെ മികച്ച സ്പീഡായ പ്രവർത്തനത്തിന് സഹായിക്കുന്ന രീതിയിൽ 8GB റാമും 8GB എക്സ്റ്റൻഡഡ് റാമും കൊടുത്തിരിക്കുന്നു. അപ്പോൾ 16GB മികച്ച റാം സൗകര്യമുണ്ട്. ഫാസ്റ്റായ രീതിയിൽ ഈ ഫോൺ പ്രവർത്തിക്കാൻ 16GB റാം സഹായിക്കും. ഇനി ബാറ്ററി ലെവൽ നോക്കിക്കഴിഞ്ഞാലും മികച്ച ബാറ്ററി തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. 5500 mAh മികച്ച സ്ലിം ബാറ്ററിയാണ് ഈ ഫോണിന് വരുന്നത്. അതുകൊണ്ട് തന്നെ ഫോണിൻ്റെ ചാർജിനെ പറ്റി ഭാരപ്പെടാതെ തന്നെ നമുക്ക് ഈ ഫോൺ ഉപയോഗിക്കാൻ കഴിയും. ഇനി ഫോണിൻ്റെ ക്യാമറ ലെവലിലേക്ക് വരുമ്പോൾ വിവോ V30eക്ക് കൊടുത്തിരിക്കുന്നത് ഫ്ലാഷ് ലൈറ്റായിട്ട് വെറും ലൈറ്റ് കൊടുക്കുന്നതിന് പകരം സ്റ്റുഡിയോ ക്വാളിറ്റി ആയുറ ലൈറ്റ് പോർട്രേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. മികച്ച ഫോട്ടോഗ്രാഫിയെ സഹായിക്കുന്ന ലൈറ്റാണ്, ഫ്ലാഷ് ലൈറ്റാണ് ഈ ഫോണിന് വരുന്നത്. ഈ ലൈറ്റിന് മികച്ച രീതിയിലുള്ള ലൈറ്റിന് എഫക്റ്റ് കൊടുത്തിട്ടുണ്ട്. ലൈറ്റ് കുറവുള്ള അനുസരിച്ച് ബാലൻസ് ചെയ്യുകയും അതുപോലെ തന്നെ ഫോട്ടോയിൽ സ്മാർട്ട് കളർ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ്മെൻറ്റ് ഓട്ടോമാറ്റിക്കലി നടക്കുകയും മികച്ച രീതിയിലുള്ള കളറും വാമും കൂളും ലൈറ്റുമായിട്ടുള്ള നാച്ചുറലായിട്ടുള്ള മികച്ച പോർട്രേറ്റ് ഫോട്ടോ എടുക്കുവാൻ ഈ സിസ്റ്റം നമ്മളെ സഹായിക്കും. ക്യാമറയ്ക്കായി വന്നിരിക്കുന്നത് സോണിയുടെ മികച്ച പ്രൊഫഷണൽ പോർട്രേറ്റ് ക്യാമറയാണ് വിവോ V30eക്ക് വന്നിരിക്കുന്നത്. 50MB മികച്ച ക്യാമറയാണ് വന്നിരിക്കുന്നത്. അതോടൊപ്പം 50MB IAF സെൽഫി ക്യാമറയാണ് ഈ ഫോണിന് വരുന്നത്. മികച്ച സെൽഫി എടുക്കുവാൻ ഈ ക്യാമറ നമ്മളെ സഹായിക്കും. മികച്ച 50MB ഈ ക്യാമറകൾ ഉപയോഗിച്ച് 4K വീഡിയോ ഫ്രണ്ടും റെയറും ബോത്ത് സൈഡിൽ നമുക്ക് ഷൂട്ട് ചെയ്തെടുക്കാൻ കഴിയും. മറ്റ് പല മൊബൈലിനും റെയർ ക്യാമറയിൽ മാത്രമാണ് 4K സപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ വിവോ 30eക്ക് ഫ്രണ്ടും റെയർ ക്യാമറ ഉപയോഗിച്ച് 4K വീഡിയോ ഷൂട്ട് ചെയ്യാൻ കഴിയും. വ്ളോഗേഴ്സിനെ സംബന്ധിച്ച് ഇത് മികച്ച ക്യാമറ സെറ്റപ്പ് തന്നെയാണ്. അതുമാത്രമല്ല ഇൻബിൽട്ടായിട്ട് തന്നെ വ്ളോഗ് മൂവി ക്രിയേറ്റർ സെറ്റപ്പ് ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. പ്രോ ലെവൽ വ്ളോഗിങ്ങിന് 1 സ്റ്റെപ്പ് കൊണ്ട് നമുക്ക് മികച്ച മൂവി ക്രിയേറ്റ് ചെയ്യുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു ബ്ലോഗർ ആണെങ്കിൽ തീർച്ചയായും വിവോ V30e പരീക്ഷിക്കാവുന്നതാണ്.
ഇനി ഡിസ്പ്ലേ സൈഡിലേക്ക് വരുമ്പോൾ ഫെദർ ലൈറ്റ് ആയിട്ടുള്ള സിമ്മായ അൾട്രാ സിം 3D കർവ്ഡ് ഡിസ്പ്ലേ ആണ് ഈ ഫോണിന് വരുന്നത്. 6.78 ഇഞ്ചിന്റെ മികച്ച ഡിസ്പ്ലേ, 120 ഹെർട്സിന്റെ റീഫ്രഷ് റേറ്റ് ആണ് സ്ക്രീനിന് വരുന്നത്. എന്തുകൊണ്ടും മികച്ച ഒരു ഡിസ്പ്ലേ ആണ് ഈ ഫോണിന് വന്നിരിക്കുന്നത്. 2 നിറങ്ങളിലാണ് ഫോൺ ലഭ്യമായിരിക്കുന്നത്, വെൽവെറ്റ് റെഡും സിൽക്ക് ബ്ലൂവും. വിവോ V30e വില വരുന്നത് 8GB റാമും 128 GB മെമ്മറിയോട് കൂടിയ ഫോണിന് 27,999 രൂപയാണ്. 30,000 രൂപ താഴെ വില വരുന്ന മികച്ചൊരു ഫോൺ തന്നെയാണ് വിവോ V30e. അൾട്രാസിം 3D കർവ് ഡിസ്പ്ലേ, സോണിയുടെ പ്രൊഫഷണൽ പോർട്രേറ്റ് ക്യാമറ, 4K വീഡിയോ ഫ്രണ്ടും റെയറിലും എടുക്കാവുന്ന മികച്ച ക്യാമറ സെറ്റപ്പോടും 5500 mAh ബാറ്ററിയോടും കൂടിയ മികച്ചൊരു ഫോൺ തന്നെയാണ്. പിന്നെ എൻ്റെ അഭിപ്രായത്തിൽ 30,000 രൂപയുടെ അടുത്ത് വില വരുന്ന ഈ ഫോണിന് 128 GB മെമ്മറിക്ക് പകരം 250 GB മേളിൽ മെമ്മറി കൊടുക്കേണ്ടതായിരുന്നു. എങ്കിലും 128 GB ധാരാളമാണ് സാധാരണ യൂസിന്. വ്ളോഗേഴ്സിനെ സംബന്ധിച്ച് ഒരു 250 GB മേളിൽ മെമ്മറി ഉണ്ടെങ്കിൽ മികച്ച വ്ളോഗിംഗ് മൊബൈലാണെന്ന് നമുക്ക് പറയാൻ കഴിയും. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ അടുത്ത മൊബൈലിൻ്റെ വിശേഷമായി നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ. Feel the blood creeping up from the heathens. Got will, got fight, got pride, got reason. If they wanna go eat, then you know I'm gon' feed them. If you coming for me, hope you ready for a demon. I got eyes in the back of my head, I'm seeing. Take me for granted and you know I'm leaving.